ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് വെച്ചിരുന്ന ആ തണുപ്പ്, ഫ്രിഡ്ജിലിരിക്കുന്ന പാലാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പ് നിശേഷം മാറണം. നമ്മൾ നിശേഷം ആ പാലിൻ്റെ തണുപ്പ് മാറണം. അല്ലാതെ കൊണ്ട് നമ്മളിതിനകത്ത് യൂസ് ചെയ്താൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടില്ല. നമ്മൾ ആ പാനിനകത്തേക്ക് ഇത്തിരി ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എന്തുവാന്ന് വെച്ചാൽ ഒന്ന് തടവി കൊടുക്കണം. ഞാനിപ്പോൾ ഓയിലാണ് തൂത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻ്റെ അടുക്കെ ബട്ടർ പേപ്പറില്ല. എൻ്റെ കയ്യിലൊരു അല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഈ A4 സൈസ് പേപ്പർ ഉണ്ടല്ലോ, ലൈനൊന്നും ഇല്ലാത്ത ആ പേപ്പർ റൗണ്ടിന് പാനിൻ്റെ അടിവശത്ത് വെക്കത്തക്ക രീതിയിൽ റൗണ്ടിന് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പേപ്പർ പ്ലേറ്റാണ് ഇരുന്നത്. അത്
സോസ് പാനിൻ്റെ അകത്ത് ഇരിക്കത്തക്ക രീതിയിൽ അത്ര വലിപ്പത്തിലേ ഉള്ളൂ. അങ്ങനെ ഒരു പേപ്പർ പ്ലേറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ ആ എഗ്ഗും എല്ലാം കൂടെ മിൽക്ക്, എഗ്ഗ്, ഷുഗർ, ഓയില് ഇതെല്ലാം കൂടെ ബീറ്റ് ചെയ്തത് ഞാൻ ആ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇടഞ്ഞ് തന്നെ നമ്മൾ ആ പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ മൈദ നേരത്തെ നമ്മൾ ഇടഞ്ഞെല്ലാം മാറ്റി വെച്ചിരുന്നില്ലേ, അത് വീണ്ടും നമ്മളതുപോലെ കുറേശ്ശെ എല്ലാം കൂടെ കൊണ്ടുപോയി കുറേശ്ശെ ഇട്ട് ഒരേ സൈഡിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇളക്കണം. ഒരേ സൈഡിലേക്ക് മാത്രമേ ഇങ്ങനെ ഇളക്കി കൊടുക്കാവുള്ളൂ. അല്ല നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടങ്ങ് ഇളക്കി കൊടുക്കരുത്. ഒരേ റൗണ്ടിൽ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം. പിന്നെയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പൊടി. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കതെല്ലാം മിക്സ് ചെയ്ത് എടുക്കാം. നാട്ടിൽ ഭയങ്കര മഴയാണെന്നൊക്കെ പറയുന്ന എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുമല്ലേ? എല്ലാവരും കുഞ്ഞുങ്ങളെ ഒന്നും വെള്ളത്തിൽ കളിക്കാനൊന്നും വിടരുത്. എല്ലാവരും സൂക്ഷിച്ചോളണം. എപ്പോഴാണ് എന്താ സംഭവിക്കുകയെന്നൊന്നും അറിയില്ല. എല്ലാം ദൈവം തമ്പുരാൻ്റെ കയ്യിലല്ലേ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം. മുതിർന്നവർക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കാറ്റൊക്കെ അടിച്ച് ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടിക്കിടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര അപകടമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വയ്യാതെ റോഡിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചോണം. എല്ലാവരും കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിടുകയേ വേണ്ട ഈ മഴയൊക്കെ മാറുന്നിടം വരെ. ഇനി ബാക്കിയുള്ളത് എല്ലാം കൂടെ നമ്മളിങ്ങനെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി കട്ടി പോലെ തോന്നുകയാണെങ്കിൽ ഒരു ലേശം പാലും കൂടെ അതൊന്ന് ലൂസാകാൻ വേണ്ടി, ഓവറായിട്ട് ലൂസാകരുത് എങ്കിൽ തന്നെയും ഇതിപ്പോൾ ഇത്തിരി കട്ടിയായിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂണ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലേശം പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി അതൊന്നും കൂടെ ഇളക്കാം. അപ്പം നല്ല സ്മൂത്തായിരിക്കും നമ്മുടെ കേക്ക്. അത് ഇളക്കിയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ആ പാൽ എല്ലാ ഭാഗത്തും എത്തുന്ന കൂട്ട് നമുക്കൊന്ന് ഇളക്കി ഒരേ സൈഡിലോട്ടേ കറക്കാവുള്ളൂ. കട്ടയൊന്നുമില്ലാതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. വേഗമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെ അവർക്ക് നമുക്കൊരു സംതൃപ്തി, കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് സംതൃപ്തി നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷവും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പിന്നെ നമ്മുടെ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടായി ഒരു 5 മിനിറ്റ് അതൊന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പാൻ ദോശക്കല്ലിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ആ കൂട്ട് ഞാൻ ആ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ദോശക്കല്ല് നല്ല വലിപ്പമുള്ളൊരു ദോശക്കല്ലാണ്, നല്ല കട്ടിയുമാണത്. നമ്മൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ ആ സോസ് പാൻ എടുത്ത് ഞാൻ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കുലുക്കിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ആ ദോശക്കല്ല് ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പതുക്കെ ഞാനൊന്ന് തട്ടിക്കൊടുത്തു. അത് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മളൊരു 45 മിനിറ്റ് ആദ്യമേ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കുത്തി നോക്കി. അതിന് മുന്നേ ഞാനൊന്ന് തുറന്ന് കുത്തി നോക്കിയായിരുന്നു. അതിൻ്റെ അടയാളമുണ്ട് കേക്കിനകത്ത്. പക്ഷെ അന്നേരം ഒരു ലേശം കൂടെ ആകുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ചു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. Thank you for watching, my dears.